ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വം വെനിസ്വേലയിലെ പ്രസിഡന്റിനെയും ഭാര്യയെയും കിഡ്നാപ്പ് ചെയ്തുകൊണ്ടുപോയി. റഷ്യയിൽ വ്ളാഡിമിർ പുടിൻ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ വെച്ച് വിഷം കൊടുത്തു കൊന്നു. അപ്പൊ എല്ലായിടത്തും പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ എല്ലാ ഏകാധിപതികളായ ഭരണാധികാരികളും ലോകമെമ്പാടും ശ്രമിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പേടി മുഴുവൻ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വേറൊരു രൂപത്തിൽ 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടാകുന്ന ആ ഭയത്തിൽ നിന്നാണ് ആ ചെറുത്തുനിൽപ്പ് നമുക്ക് സംഘടിപ്പിക്കേണ്ടത്. സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ മാധ്യമപ്രവർത്തകയാണ്. ഫിലിപ്പൈൻസിൽ, അമേരിക്കയിൽ എല്ലാം നടക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏകാധിപതികളായ ഭരണാധികാരികൾ ജനാധിപത്യത്തെ തകർക്കാൻ, ജനാധിപത്യത്തിന് ഒരു മനോഹാരിതയുണ്ട്, അതിനൊരു സങ്കല്പമുണ്ട്, അതിനെയെല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് റിസർച്ച് ഓറിയന്റഡായി എഴുതി വച്ചിരിക്കുന്ന പുസ്തകമാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉപയോഗിച്ച് ഏത് ക്രിമിനലിനെയും നമുക്ക് വൈറ്റ് വാഷ് ചെയ്തെടുക്കാം. ഏത് നല്ല മനുഷ്യന്റെയും ഇത് ചെളിവാരി എറിഞ്ഞ് അയാളെ നശിപ്പിക്കാം. ആരെയും കുഴിച്ചുമൂടാം. എന്തും ചെയ്യാൻ കഴിയുന്ന സാധാരണ മനുഷ്യരെ മുഴുവൻ അവരാഗ്രഹിക്കുന്ന തരത്തിൽ ചിന്തിപ്പിക്കാൻ വരെ പ്രേരിപ്പിക്കുന്ന, ഇപ്പോ പണ്ട് വെറും ഓട്ടോക്രസിയാണ്, ഇപ്പോൾ ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ചോദിക്കാൻ പറയും ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നാണ്. തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇലക്ടറൽ ഓട്ടോക്രസിയാണ്. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനെ ഇല്ലാതാക്കിയ